ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 2021 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത്തവണ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു കലണ്ടറാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് PVCയുടെ ഒരു ഷീറ്റാണ്. പഴയ ഒരു അഡ്വർടൈസ്മെന്റ് ബോർഡാണ്. ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാം. ഞാൻ ഈ കോമ്പസിൽ ഒരു 10 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് ഇതിലൊരു സർക്കിൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ 20 സെന്റിമീറ്റർ ഡയമീറ്ററിലായിരിക്കും നമ്മുടെ കലണ്ടർ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു മീഡിയം റേഞ്ചിലുള്ളതങ്ങ് ചെയ്യുകയാണ്. ഞാൻ ഇനി ഒരു 1.5 സെന്റിമീറ്റർ അകത്തോട്ട് വെച്ചിട്ട് ഈ കോമ്പസ് സെറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇനി ഇതിനുള്ളിൽ 8.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് വരച്ചെടുക്കുന്നത്. വീണ്ടും 1.5 സെന്റിമീറ്റർ അകത്തോട്ട് വെച്ചിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കണം. അങ്ങനെ 1.5 സെന്റിമീറ്റർ റേഡിയസ് കുറച്ചുകൊണ്ടുള്ള 6 സർക്കിൾ വരയ്ക്കണം. ഇനി നമുക്ക് ഈ വരച്ച ലൈനിൽ കൂടി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. PVC ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നിടവിട്ടുള്ള 3 റിങ്ങുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സാധാ ഒരു കട്ടിംഗ് ബ്ലേഡും ആക്സ ബ്ലേഡും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനിഷിംഗ് കുറവ് ഇതിനകത്തുണ്ട്. നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിനകത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് മുകളിൽ നിന്നിട്ട് നല്ല പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ലഭിക്കും. ഞാൻ പേപ്പറിനകത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പെൻസിൽ വെച്ച് കുറച്ച് മാർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇനി നമുക്ക് PVC ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികളൊക്കെ ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ റിങ്ങുകളുടെ ബാക്ക് സൈഡിൽ വരേണ്ട ഒരു പോർഷൻ. ഇനി നമുക്ക് ഇതിലെല്ലാം കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ റിങ്ങുകളെല്ലാം ഞാനൊരു സെറ്റിൻ്റെ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇതിനകത്ത് ഇനി റൈറ്റിങ്ങുകളൊക്കെ വരേണ്ടതാണ്. ഇവിടെയെല്ലാം ഞാനൊരു ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പെയിൻ്റെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ എഴുതി കൊടുക്കണം. ഈ ഏറ്റവും വലിയ റിങ്ങിൽ 31 വരെയുള്ള ഡേറ്റാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ 12 മാസങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതിൽ 7 ആഴ്ചകളും രേഖപ്പെടുത്തണം. ഞാനതിനെ രേഖപ്പെടുത്തിയതിന് ശേഷം കാണിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കറക്റ്റ് ലെവലിൽ തന്നെ ചെയ്തു വെക്കണം. എങ്കിൽ മാത്രമേ ഈ 3 ഹോളിൽ കൂടി കൃത്യം ഡേറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ഇപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 3 റിങ്ങുകളുടെ ഇടയ്ക്ക് ഓരോ ചെറിയ പീസുകൾ എടുത്ത് വയ്ക്കുക. കാരണം ഇത് താഴേക്ക് നീങ്ങി പോകാത്ത രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. മുകളിലൊരു ചെറിയ പീസും കൂടെ വെച്ചു കൊടുക്കണം. ഇനി ഈ പീസുകളെല്ലാം പ്ലസ് സ്റ്റിച്ച് ഉപയോഗിച്ച് അതാത് സ്ഥാനങ്ങളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ഈ റിങ്ങുകളിലേക്ക് ഗ്ലൂ പടരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് മൊത്തം കുളമാണ്.
ഈ റിങ് പിടിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ദിവസത്തെയും ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഈ മുകളിലത്തെ പോർഷൻ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ കലണ്ടർ ഏത് വർഷത്തേക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ 2021 എന്നുള്ളതും കൂടി ഒന്ന് എഴുതി സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് റിമൂവ് ചെയ്താൽ മതി. ഇതിന് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗോൾഡൻ ഹാഫ് ബീഡ്സുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെ പോർഷനിൽ ഒരല്പം തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെറ്റാലിക് ഗോൾഡ് ഒരല്പം കയ്യിൽ പുരട്ടിയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ പെയിൻ്റെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫിനിഷിംഗ് ലഭിക്കും. തൽക്കാലം ഞാനത് ഇപ്പോൾ ചെയ്യുന്നില്ല. ഈ കലണ്ടർ ഭിത്തിയിൽ തൂക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിൽ ചെറിയൊരു ഹുക്കും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ 1ാമത്തെ 3ാമത്തെ റിങ്ങുകൾ ഓരോ തവണ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. മാസം അവസാനിക്കുമ്പോഴത്തേക്ക് 2ാമത്തെ റിങ്ങും ഒന്ന് തിരിക്കണം. ഇത്തരം കലണ്ടർ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ PVC ഷീറ്റ് എടുക്കേണ്ട കാര്യമില്ല. കാർഡ്ബോർഡിനകത്ത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കും കൂടി ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ 2020 ലാസ്റ്റ് ഇടാനായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് എഡിറ്റിംഗ് ജോലികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നീട് എനിക്ക് സുഖമില്ലാതെയായി. അങ്ങനെ ഇതങ്ങ് നീണ്ടുപോയതാണ്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു കലണ്ടറുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.